സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർക്ക് തുക അനുവദിച്ച സംസ്ഥാന സർക്കാർ 19 കോടി രൂപയാണ് അനുവദിച്ചത്. അവധി ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച തുക ലഭിക്കും. റേഷൻ വിതരണം തടസ്സപ്പെടില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറയുന്നു. VA ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ കരാറുകാർക്ക് അവർക്ക് നൽകാനുള്ള തുക കുടിശ്ശികയായതിനെ തുടർന്നാണ് ഈ റേഷൻ സാധനങ്ങൾ കടകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ ഇപ്പോൾ പണിമുടക്കിന് തയ്യാറായത്. ഇന്ന് മുതൽ അവർ പണിമുടക്ക് തുടങ്ങുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഇവർക്ക് ലഭിക്കേണ്ട തുകയിൽ 19 കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ ചൊവ്വാഴ്ച, അതായത് ഇന്ന് 2 ദിവസങ്ങൾ അവധിയാണ്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ഈ തുക ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഷൻ വിതരണത്തെ ഈ സമരം ഒരു കാരണവശാലും ബാധിക്കില്ല എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ നിരവധി മാസങ്ങളായി ലഭിക്കാനുള്ള കുടിശ്ശികയായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കരാറുകാർ സമരത്തിലേക്ക് നീങ്ങിയത്. 100 കോടിയിലധികം രൂപ ഇവർക്ക് കുടിശ്ശികയായി ലഭിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ ചില സൂചനാ പണിമുടക്കുകളൊക്കെ നടത്തിയിരുന്നു. ഈ സൂചനാ പണിമുടക്ക് സമയത്തും മന്ത്രി GR അനിൽ ഇടപെടുകയും 14 കോടി രൂപ ഉടൻ തന്നെ അനുവദിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇവർ ഈ പണിമുടക്കിൽ നിന്ന് പിന്മാറിയത്. എന്നാൽ വീണ്ടും ഈ കുടിശ്ശിക തുക 100 കോടിയായി ഉയർന്നതോടെയാണ് കരാറുകാർ ഇത്തരത്തിൽ പ്രത്യക്ഷമായ സമരത്തിലേക്ക് നീങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനം FCI ഗോഡൌണുകളിൽ നിന്ന് റേഷൻ സംഭരണ കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും സാധനങ്ങൾ എത്തിക്കേണ്ടത് ഇവരുടെ ചുമതലയാണ്. ഇവർ സമരത്തിലായി കഴിഞ്ഞാൽ ഈ റേഷൻ സാധനങ്ങൾ കടകളിലേക്ക് എത്തില്ല. ഇത് തന്നെയാണ് ഏറ്റവും ആശങ്കയുയർത്തിയ കാര്യവും. കാരണം റേഷൻ മുടങ്ങുമോ എന്നൊരാശങ്ക ഇതിനിടയിൽ ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ആ ആശങ്കയ്ക്ക് അറുതിയായിരിക്കുന്നു. ഇനി ഈ കരാറുകാരാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്.